അപ്പോൾ നമ്മൾ ഹോട്ടൽ തിരഞ്ഞിട്ടുള്ള യാത്രയിൽ എത്തി നിൽക്കുന്നത് ഇത് കണ്ടോ, എൻ്റെ പിന്നിൽ ഹോട്ടൽ ഓർമ്മ മുഖവൂർ. അപ്പോൾ കുറച്ച് ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ ഈ ഹോട്ടൽ രാവിലെ നമ്മൾ കണ്ടുപിടിച്ചത്. 9 മണിയാകുന്ന സമയത്ത് നല്ല നാടൻ കറികൾ കിട്ടുന്ന ഒരു നമ്മൾ ഈ കട കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുറ്റിത്തിരിഞ്ഞ്, പക്ഷെ എന്നാലും അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞൊക്കെ ഇവിടെ തന്നെ എത്തി. അവർ ഈ കടയിലേക്ക് പോയൊക്കെ ഇങ്ങോട്ടാണ് ഏരോ കാണിക്കുന്നത്. കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വിശേഷങ്ങളാണ്. കമോൺ. നമ്മൾ NH നിന്ന് ഒരു അണ്ടർ പാസിങ് ഉണ്ട്, അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ടേൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് അപ്പോൾ തന്നെ നമ്മൾ കണ്ട് ഹോട്ടൽ ഓർമ്മ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. നേരിട്ട് അടുക്കളയിലോട്ട് തന്നെയാണ് വന്നത്. അപ്പം ഇവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ എരുന്തായിട്ടുണ്ട്, കപ്പുണ്ട്, പുട്ടുണ്ട്, പിന്നെ പൊറോട്ടയുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുരു ഇറച്ചിയും കൂടെ ഉണ്ട് കേട്ടോ, അത് എടുത്തു പറയേണ്ട ഒരു ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 50 വർഷത്തോളം ഇത് ഹോട്ടലിൻ്റെ ബാക്കിലുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് ഇതിന്. നല്ല പച്ചക്കായും കപ്പയിട്ട് ഉണ്ടാക്കിയ കപ്പക്കറി, ചൂട് വറക്കുന്ന കൂന്തൽ ഫ്രൈ, മുളകിട്ട് പറ്റിച്ച അയലക്കറി, ആഹാ നല്ല ചൂട് വറക്കുന്ന ബീഫ് ഫ്രൈ, പിന്നെ നെയ്മീൻ കറി, അതിൻ്റെ കൂടെ ചിക്കൻ പാർട്സ്. ഈ വിറകടുപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഉച്ചഭക്ഷണത്തിനുള്ള ചോറാണ് കേട്ടോ. പിന്നെ മറ്റൊരു സൈഡിൽ നല്ല മൊരിഞ്ഞ പൊറോട്ട റെഡിയാക്കുന്നുണ്ട്. പിന്നെ നല്ല ചൂട് പുട്ട്. സംഭവം എന്തൊക്കെ പറഞ്ഞാലും ചെറിയ കടകളിലെ ഫുഡ് അത് വേറെ ലെവലാണ്. ഏതാണ്ട് 50 വർഷം പഴക്കമുള്ള ഒരു കടയാണിത്. ഒരു കഷ്ണം പുട്ട് ഞാൻ പറഞ്ഞ് അതിൻ്റെ മുകളിൽ കപ്പക്കറി ഒഴിച്ച് അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് തട്ടി. അത് കഴിക്കുമ്പോഴേക്കും ഏതാണ്ട് ബീഫ് കൊണ്ടുവന്ന് ഞാനത് കപ്പക്കറിയും കൂട്ടി കഴിച്ചു നോക്കി. പറയാതിരിക്കാൻ വയ്യ, അതൊരു കിടുക്കാച്ചി ഐറ്റം തന്നെ. ബീഫെല്ലാം നല്ല വെന്ത് പഞ്ഞി പോലെ ആയിട്ടുണ്ട്. അത് രണ്ടും കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. ചരത്ത് പൊറോട്ടയും ബീഫും കൂടെ അടിക്കാൻ വേണ്ടി പോകുന്നു. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. കഴിച്ചോക്ക്. എങ്ങനെയുണ്ട്? അല്ലേ? ആ ബീഫെല്ലാം നല്ലല്ലേ, മീറ്റെല്ലാം നല്ല വെന്ത് നല്ല വൃത്തിയായിട്ടുണ്ട്. ശരിക്കും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ അല്ലേ പൊടിഞ്ഞിങ്ങനെ പോരുന്നുണ്ട്. ആ അതന്നെ പൊടിഞ്ഞു പോരുന്നുണ്ട്. അതുകൊണ്ട് കഴിക്കാൻ തന്നെ ബീഫ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ തന്നെ അല്ലേ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അത് ഞാൻ പറയുന്നത് നമ്മൾ ഈ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ചെയ്തത് അതേ കോമ്പോ തന്നെ. കപ്പക്കറിയും ബീഫും കൂട്ടിയിട്ടൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു സാധനം ഉണ്ട് കേട്ടോ അവിടെ. ചിക്കൻ പാർട്സ് കറി. അത് കഴിഞ്ഞിട്ട് വേണം കഴിച്ചു നോക്കാൻ. ഉണ്ട് അല്ലേ? നല്ലൊരു കോമ്പാണ്. നമുക്ക് ഈ ചിക്കൻ പാർട്സ് കൂട്ടിയിട്ടൊന്ന് പിടിച്ച് നോക്കാം. പൊറോട്ടയും ചിക്കൻ പാർട്സ് കറി വെച്ച് നോക്കാം. കൊണ്ടുവന്ന് വെച്ചപ്പോൾ അന്ന് ചൂടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് മറ്റേതെല്ലാം ടേസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും ചെറുതായിട്ട് തണുത്ത് വരും. മുരിഞ്ഞ പൊറോട്ടയാണ്. പൊറോട്ട മുരിഞ്ഞല്ലേ അല്ലേ? നല്ല മുരിഞ്ഞ പൊറോട്ട. കൊള്ളാം. കൂടുതലും പീസ് ഉണ്ട് കേട്ടോ അതിൽ. ഹലോ, പീസുകളുണ്ട്. ഞാൻ വിചാരിച്ചിരുന്ന സാധനം എരുന്തും നമ്മളെ മറ്റേ എരുന്ത് കക്ക ഇറച്ചിയും പിന്നെ എന്താ പറയുക മുരു ഇറച്ചിയും. പക്ഷെ രണ്ടും എത്തിയിട്ടില്ല, സാധനം ആയില്ല. കുറച്ചും കൂടെ ലേറ്റാവും. അതുവരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു വസ്തു കഴിച്ചില്ല 9 മണി വരെ. ഞാനും അതിൻ്റെ ശരത്തും അതെ. അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇതെല്ലാം അങ്ങ് ഫിനിഷ് ചെയ്തേക്കട്ടെ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോഴാണ് ഒരു സമാധാനം. ഭക്ഷണം കിട്ടാതായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാന്താണ് അങ്ങോട്ട്. രാവിലെ നേരത്തെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പുളക്കറി കഴിച്ച് പിന്നെ എന്താ പറയുക ചിക്കൻ കറി പുട്ട്. അപ്പോൾ നമ്മൾ പുട്ട്, ഒരു കഷ്ണം പുട്ട്, 2 പൊറോട്ട, പിന്നെ പൂളക്കറി, പിന്നെ അതിലേക്ക് ബീഫ് ഫ്രൈ, പിന്നെ ചിക്കൻ പാർട്സ് കറി. ഞാൻ മെയിനായിട്ട് എയിം ചെയ്ത് വന്ന ഒരു സാധനം ഇവിടെ ഇല്ല. അപ്പോൾ അത് കുറച്ച് സമയം കഴിയും. അതുവരെ വെയിറ്റ് ചെയ്യാനാണെങ്കിൽ നിർവാഹമില്ല. അപ്പോൾ ഇതാണ് ഓർമ്മ ഹോട്ടൽ. ഒരുപാട്
കാലമായിട്ടുള്ള മുഖവൂരാണ് സ്ഥലം. ഞാൻ എന്തായാലും ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനായി ഇപ്പോൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കോഴിക്കോട് തന്നെയാണ് ഹോട്ടലുള്ളത്. കോഴിക്കോട് മുഖവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ തൊണ്ടയാടുന്ന് കോഴിക്കോട് മലാപ്പറമ്പ് ബൈപ്പാസിൽ നിന്ന് നേരെ പിടിച്ചാൽ മതി. അപ്പോൾ മലാപ്പറമ്പ് നേരെ കണ്ണൂർ റോഡിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ലൊക്കേഷൻ ഇട്ട് അതിങ്ങനെ നോക്കി പോന്നാൽ മതി. ഹൈവേയിൽ കൂടെ കയറരുത്, പിന്നെ ഒരു ടേണിംഗ് ഉണ്ട്, താഴെ കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ അണ്ടർ പാസേജ് ഉണ്ട്. ആ പാസേജിലൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ കാണാം, നിങ്ങൾക്ക് ബോർഡൊക്കെ ഉണ്ടാവും, ഹോട്ടൽ ഓർമ്മ എന്ന് കാണാം. അപ്പോൾ നല്ല ഭക്ഷണമാണ്. അപ്പോൾ വന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഇതിൽ അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള ചെറിയ നാടൻ കടകൾ, ചെറിയ കുട്ടി കുട്ടി കടകൾ, അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതുപോലുള്ള കടകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പറയാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.